ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോഴുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റാഫി കരീം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. റാഫി, ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടങ്ങളിലും കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ അതിലേക്ക് കൊണ്ടുവരികയോ അങ്ങനെയൊന്നും തന്നെ ചെയ്തിരുന്നില്ല. വിവാഹിതനാണ്, പക്ഷേ അവരുമായിട്ടൊന്നും അടുത്ത ബന്ധം പുലർത്തുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നിലവിൽ നടത്തുന്നത്. കാരണം നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അവിശ്വസനീയമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സെബാസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നിർണായകമായ ശ്രമമാണ് ഭാര്യയെ കൂടി ചോദ്യം ചെയ്യുക എന്നുള്ളത്. നേരത്തെ ഭാര്യയിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിനപ്പുറം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സെബാസ്റ്റ്യനോട് ഒപ്പം ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആ നീക്കം നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഇത് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്.